എവിടെ ശവം? ഞാനിപ്പോ ശവമാകും. തന്നെക്കാൾ പ്രായമുള്ള സ്ത്രീയെ പുരുഷൻ വിവാഹം കഴിക്കുന്നത് ശരിയോ? ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ? എന്റെ മറുപടി വളരെ സിമ്പിൾ ആണ്. ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ചോയ്സ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അത് ശരിയായ ഒരു മറുപടിയല്ലോ. ഇത്ര അങ്ങനെ പറയാൻ പറ്റൂല. താങ്കളുടെ ബ്രദർ താങ്കളുടെ അമ്മയുടെ പ്രായമുള്ള ഒരാളെ വീട്ടിൽ അമ്മയുടെ ഒപ്പം തന്നെ കൂട്ടിക്കൊണ്ട് വരുന്നു കല്യാണം കഴിച്ച്. എന്തൊരു ശുദ്ധ വിഡിത്തരമാണത്. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. എന്റെ വീട്ടിലുള്ള ആൾക്കാർ എന്തിനാ ശാരീരികത്തില് ഈ കോൺവെർസേഷന്റെ ശാരിക സംസാരിക്കുന്ന രീതിയായിട്ട് ആർക്കാണെങ്കിലും ഫീൽ ആവും. അങ്ങനെ ഒരു മാജിക്കൽ സ്കില്ല് ശാരികയ്ക്ക് ഉണ്ട്. പേ പിടിച്ചൊരു പട്ടിയെ പോലെ ഞാൻ ഓടി നടക്കുന്നത്. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷേ ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചു. ഡോക്ടർ സ്ലൈൻ ഡോക്ടർ കണ്ണുകൾ കണ്ടാൽ തന്നെ അറിയാം. ഡോക്ടർ പറയും ഡോക്ടർ അതിനൊന്നും ഓക്കെ അല്ല. എന്റെ കണ്ണിൽ എന്തെങ്കിലും എഴുതുന്ന നിങ്ങളുടെ വിചാരം നിങ്ങൾ മാത്രം വലിയ ഗ്രേറ്റ് സൈക്കോളജിസ്റ്റ്, നിങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ വായിക്കാൻ സാധിക്കത്തുള്ളൂ, കാണാൻ സാധിക്കും. നിങ്ങളുടെ മുഖത്തിന്റെ മറ്റൊരു മുഖം എനിക്ക് സാധിക്കുന്നുണ്ടായി. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അകക്കണ്ണാൽ ഹിമവൽ ചൈതന്യ സ്വാമിജി എല്ലാം കാണും അറിയും. ശാരികയ്ക്ക് ഗ്രേറ്റ് സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ ശാരിക പഠിച്ചിട്ട് ആവശ്യമൊന്നുമില്ല. എനിക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സൈക്കോളജി പഠിക്കുക അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആകുന്നത്. വെരി സിമ്പിൾ. ഇതൊക്കെ എന്ത് നീ എന്തിനാ പഠിക്കണേന്ന്? നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. റിക്വസ്റ്റ് ഉണ്ട്, ശാരിക പേഷ്യൻസിനെ കാണാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പേഷ്യൻസിനോടും ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അത് അവരുടെ കണ്ടീഷൻ എന്റെ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഒരു പണ്ടേ നോർമലായിട്ട് പുറത്തിറങ്ങി പൊളിയായി മാറും. ഞാനാണ് സൈക്കോളജി നിങ്ങളുടെ സ്ഥാനത്തേക്ക്. നീ ആഗ്രഹിക്കുന്ന ഒരു പരിധി വേണ്ട.